مسعود رضي الله عنه أنه قال جاء رجل إلى رسول الله صلى الله عليه وسلم فقال يا رسول الله من أحب الناس بحسن صحابتي قال أمك ثم قال ثم من قال أمك قال ثم من قال أمك قال ثم من قال أبوك متفق عليه. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിലും ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസമൂഹത്തിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഓ പ്രവാചകരെ, മൻ അഹബ്ബുൻ നാസി ബിഹുസ്നി സ്വഹാബത്തി, ഏറ്റവും നല്ല സഹവാസത്തിന് കടമപ്പെട്ടവർ ആരാണ് നബിയെ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ കടമപ്പെട്ടിരിക്കുന്നത് ആരോടാണ് പ്രവാചക? ഞാൻ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ആർക്കാണ് പ്രവാചക? ഞാൻ ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ച് ഒരു കുറവ് മേൽക്കാതെ കൊണ്ടു നടക്കേണ്ടത് ആരെയാണ് പ്രവാചക? അല്ലാഹുവിന്റെ പ്രവാചകർ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനെ. നിന്റെ മാതാവിനോട് വീട്ടിൽ ചോദിച്ചു, ശരി നബിയെ, പിന്നെ ആരോടാണ്? ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്. ശരി നബിയെ, ഞാൻ അംഗീകരിച്ചു, പിന്നെ ആരോടാണ്? മൂന്നാമതും പറഞ്ഞു, ഉമ്മുക, നിന്റെ മാതാവിനോട്. സുമ്മൻ, നബിയെ, പിന്നെ ആരോടാണ്? ഖാല അബൂക, നിന്റെ വാപ്പയോട്. ഇവിടെ എത്ര വട്ടം ഉമ്മയെ പറഞ്ഞു? 3 വട്ടം ഉമ്മയെ എടുത്തെടുത്തെടുത്ത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 4ാമത് വാപ്പയെ പറഞ്ഞു. നമ്മളിവിടെ മനസ്സിലാക്കുന്നത് എത്രത്തോളം കടമപ്പെട്ടവരാണ് നമ്മൾ. അതിന് 3 കാരണങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഗർഭം ഈ 3 വട്ടം എന്തുകൊണ്ട് പറഞ്ഞു? 1, ഗർഭം ചുമന്നത് 10 മാസം തള്ളയ. 1, പ്രസവിച്ച വേദന തിന്നതും അവൻ തന്നെയാ. 2, പാലും കൊടുത്ത് വളർത്തലും അവർക്കുള്ളതാ. 3, ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഈ 3 കാര്യത്തിന് ലോകത്ത് ഒരൊറ്റ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഉമ്മ ഉമ്മ ഉമ്മ. ബാപ്പ 4ാം സ്ഥാനത്ത്. ഈ ഒരു 3 കാര്യം സ്പെഷ്യലാണ്. അത് എന്ത് ത്യാഗം സഹിച്ചു. നമുക്കറിയാം, നമ്മൾ വയറ്റിൽ കിടന്നപ്പോൾ ഉമ്മ നല്ലോണം ഉറങ്ങിയിട്ടില്ല. ഉമ്മ നല്ല രീതിയിൽ ഉറങ്ങിയിട്ടില്ല. നല്ല രീതിയിൽ ഉമ്മ ഒന്ന് ടോയ്ലറ്റിൽ ഇരുന്നിട്ടില്ല 5-6 മാസത്തിന് ശേഷം. പിന്നീട് പാല് കൊടുത്ത് വളർത്തൽ, അവരുടെ ചോരയും നീരുമാണ് കുഞ്ഞ് വലിച്ചു കുടിക്കുന്നത്. പിന്നീട് വളരെ പ്രസവത്തിന്റെ വേദന. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു അസ്ഥി പൊട്ടിയാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്ര അതികഠിനമാണ്. നമ്മൾ പെട്ടെന്ന് ടാബ്ലറ്റ് കഴിക്കും. എന്നാൽ ഉമ്മ 20 എല്ലുകൾ, 20 അസ്ഥികൾ പൊട്ടുന്ന, ഒരുമിച്ച് പൊട്ടുന്ന വേദനയാണ്. അത്രയും വേദന സഹിച്ചിട്ടാണ് ഉമ്മ പ്രസവിക്കുന്നത്. 20 അസ്ഥികൾ ഒടിയുന്ന വേദനയാണെന്നാണ് വിദഗ്ധരായ ഡോക്ടേഴ്സ് എഴുതിയിരുന്നത്. ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഉമ്മച്ചിയെ കൊണ്ട് മാത്രമേ പറ്റൂ. അതുകൊണ്ടാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ കാര്യത്തിനും മുൻഗണന ഉമ്മ, പിന്നീട് വാപ്പ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ഉമ്മമാരെ നല്ല രീതിയിൽ ആദരിച്ചോ. സ്വർഗം വേണം എന്ന് താല്പര്യമുള്ളവർ, എനിക്ക് സ്വർഗത്തിൽ പോകണം, നിസ്കരിച്ചത് കൊണ്ടെങ്കിൽ എത്തില്ല, ഹജ്ജ് ചെയ്തത് കൊണ്ടെങ്കിൽ എത്തില്ല, അതുകൊണ്ട് മാത്രം എത്തില്ല, സക്കാത്ത് കൊടുത്തത് കൊണ്ടെങ്കിൽ സ്വർഗത്തിൽ എത്തില്ല. ഉമ്മയുടെ
ഗുഡ് സർട്ടിഫിക്കറ്റ്, ഇതിനെയൊക്കെ പുറമെ ഉമ്മച്ചിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ്, വാപ്പച്ചിയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു മോനും സ്വർഗം കടക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഉമ്മ ആരാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്ന വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുത്തില്ല എങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം ഭീകരമായിരിക്കുമെന്ന് എൻ്റെ വിശ്വാസി സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു കേട്ടതനുസരിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി കൂടുതൽ കാലം അവരുടെ തണൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചുപോയ ഉമ്മമാരുടെ കബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെയൊക്കെ കബറിന്റെ അടുത്ത് പോകണമെന്ന് മരിച്ചെന്ന് വിചാരിച്ച് എല്ലാം തീർന്നതായിരിക്കും കരുതരുത്. ഇടയ്ക്കിടയ്ക്ക് അവരുടെ കബറിന്റെ മുന്നിൽ പോയി നിന്നുകൊണ്ട്